ശ്രീകുട്ടാ, ഓ മിക്കവാറും അടുത്ത ഓണത്തിന് പട്ടിണി കിടക്കേണ്ടി വരും. അതെന്തളിയാ? കഴിഞ്ഞ ഓണത്തിന് പച്ചക്കറിക്ക് ഭയങ്കര വിലയായിരുന്നു. ഈ ഓണത്തിന് അധികം കൂടി. ഇപ്പൊ അടുത്ത ഓണാകുമ്പം പറയാൻ വേണ്ട. ഓണത്തിന് മുന്നേ പച്ചക്കറിക്ക് വില കയറിയായിരുന്നു. അപ്പോഴത്തെ വില വെച്ച് വിചാരിച്ച രീതിയിൽ ഈ ഓണത്തിന് പച്ചക്കറി വില കൂടിയില്ലെന്നാണ് പൊതു അഭിപ്രായം. അപ്പൊ നിനക്ക് പച്ചക്കറിക്ക് വില കൂടാത്തിന് വിഷമാണല്ലേ? എന്തിന്റെ വില കൂടിയാലും മദ്യം നന്നായിട്ട് വിട്ടു പോയേട്ടാ. എവിടെയൊക്കെ റെക്കോർഡൊക്കെ ആയിരുന്നു. എവിടെയൊക്കെ റെക്കോർഡ് വിലക്കാണ് മദ്യം വെക്കുന്നത്. എവിടെ? കരുനാഗപ്പള്ളിയിൽ. കരുനാഗപ്പള്ളി എവിടെയൊക്കെ? കൊല്ലത്ത്. ആരെ വണ്ടിയുടെ? കസിന്റെ വണ്ടി. ഹെൽമെറ്റ് വെക്കാത്തത്? അതിന്റെ മാമ ഞങ്ങൾ എവന്റെ വീട്ടിൽ നിന്നാണ് ഇങ്ങോട്ട് പറഞ്ഞത്. അപ്പോൾ ഇവിടെ അടുത്തായിരുന്നു. അപ്പൊ ഇടവഴി ആയതുകൊണ്ട് വെച്ചില്ല. ഇനി കോളേജിൽ പോകുമ്പോൾ വെക്കാം. ഇടവഴി ആയിരുന്നാലും മെയിൻ റോഡ് ആയാലും ഹെൽമെറ്റ് വെച്ചോളാം. ഓക്കെ. എന്റെ പേരെന്താ പറഞ്ഞേ? ഇഷ്ടമുള്ളവരൊക്കെ എന്നെ ചീനു എന്നാ വിളിക്കുന്നത്. മാമനെ അറിഞ്ഞിടോ മാമ? അറിയാം, പേര് മറന്നുപോയി. അല്ല അങ്കിളെ, ആ ജോയിമാനെ ഞാൻ കവലയിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവൻ എന്നെ ഒരു നോട്ടം നോക്കി, ഞാനാണെ പേടിച്ചു പോയി. നീ എന്തിനാ പഠിക്കണം? നീ ആൺകുട്ടിയല്ലേ, നീ തിരിച്ചു നോക്കാന്നത്. എന്റെ പൊന്നച്ച എവന്റെ പേടിയെ കുറിച്ച് പറയാതിരിക്കണേ നല്ലത്. ആണാ? നമ്മളൊക്കെ പാവപ്പെട്ടവരല്ലേ, പേടിച്ചല്ലേ പറ്റൂ. ശ്രീകുട്ടാ പറഞ്ഞ കേട്ടാ, പാവപ്പെട്ടവനൊന്ന്. പിന്നെ കോളേജിൽ കറങ്ങണല്ലേ, പെട്ടെന്ന് ഞാൻ തിരിക്കണം ഓ ചോര കേട്ടാ. ഓ ആ, അതാ പഴയ പോലെ സിനിമ കാണാൻ പോകൂടെ? ഇല്ല ഇല്ല നിങ്ങൾ എന്നാ പരിപാടിയൊന്നും ഇല്ല. ഇന്ന് പരിപാടിയൊന്നും ഇല്ല. വീട്ടുകാരെ പറഞ്ഞിട്ട് ഒന്ന് രണ്ട് സിനിമ കാണാൻ പോവാം വല്ലപ്പോഴേക്ക് കേട്ടാ. സ്ഥിരമാക്കായിരുന്നാ മതി. ഓക്കെ. ആ ശരി. ഇപ്പൊ കോളേജ് പോകാൻ? ഇല്ല മാമ, ഞാൻ ഇപ്പം വീട്ടിൽ വന്നിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് ഓ കോളേജിൽ. ഇതാണ് എന്റെ കോളേജ് യൂണിഫോം. അല്ല ചാ ഇപ്പം വന്ന് മാറും. അല്ല ഞാൻ മാറും, വീട്ടിൽ പോയിട്ട് മാറും. വീട്ടിൽ പോയിട്ട് മാറും. അവനും പോയിട്ട് വരും, ഞാനും പോയിട്ട് വരും. ആ ശരി ശരി. നിന്റെ ഹെൽമെറ്റ് എവിടെ? നിന്റെ ഹെൽമെറ്റ് എവന്റെ വീട്ടിൽ ഇരിക്കുന്നു. നിന്റെ? അവന്റെ വീട്ടിൽ ഇരിക്കുന്നു. നാളെ ചെറിയല്ലേ ചെറുകനെ. ഇടയ്ക്കൊക്കെ എന്നെ അച്ഛനൊക്കെ വിളിച്ചളഞ്ഞു. അടന്ന് നമ്മൾ ഏറ്റുമാനൊരു മാമിയുടെ വീട്ടിൽ പോണ കാര്യം നീ എന്താ പറയാണ്ടെന്നേ? എടാ അത് അച്ഛൻ്റെ അടുത്ത് ഡയറക്റ്റ് പറഞ്ഞാൽ ശരിയാവൂല. അമ്മ പോയി അച്ഛൻ്റെ അടുത്ത് അടുത്താലേ ശരിയാവും. പിന്നെ പോകുമ്പോൾ ഒരു 500 രൂപ പെട്രോൾ അടിക്കണം, വഴി ചെലവിനും എല്ലാം കൂടി വേണേ. എന്റെ 300 രൂപ ഉണ്ട്. നിന്റെ എൻ്റെ ഒരു 20 രൂപ ഉണ്ട്. എത്ര? 20 രൂപ? നീ മെനഞ്ഞാന്ന് കുമാറിന്റെ കൂടെ പണിക്ക് പോയില്ലടാ? അപ്പൊ പൈസ തടഞ്ഞില്ലേ? എടാ വീട്ടിൽ കൊടുക്കണ്ടേ? ഞാൻ അറിയാവുന്നതല്ലേ വീട്ടിലെ അവസ്ഥ. നീ 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 പിന്നെ ദാരിദ്ര്യം പറഞ്ഞോണ്ട് വരല്ലേ കേട്ടാ. നീ എന്തിനാണ് അച്ഛൻ്റെ അടുത്തും കുട്ടുവാനടുത്ത് നീ പാവമാണെന്നൊക്കെ പറയാൻ പോയി? ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയത്. അറിയാതെ പറഞ്ഞു. നീ പാവം എന്ന് പറഞ്ഞേ ആൾക്കാരുടെ മനസ്സിൽ ഇടിച്ചു കയറുന്ന പരിപാടി ഉണ്ടല്ലോ, നിർത്തിക്കോ നീ. നീ വെറുതെ നിന്ന് സംസാരിക്കാണ്ട് പോയി റെഡി ആയി വാ നോക്ക്. പിന്നെ പൈസ റെഡിയാക്കണം. നമ്മൾ കോളേജിൽ പോയിട്ട് ഉച്ചയ്ക്ക് ശേഷം മാത്രമേ ഏറ്റുമാനൊരു പോകുന്നുള്ളൂ എന്ന് പറയണേ. അതിനെ പെട്ടെന്ന് പോയി റെഡി ആയി വാ. പൈസ ഒപ്പിക്കണേ. നീ താമസിക്കല്ലേ, പെട്ടെന്ന് വിട്ടുവാ. ഞാൻ എന്താ പോയി 2 മിനിറ്റ്. 2 മിനിറ്റ്? ആ ഇതാ 2 മിനിറ്റ്. 2 മിനിറ്റ് പെട്ടെന്ന് വരും. പോടാ. ഓക്കെ. ഓ ആ എന്തോന്നാണ് യേശുവിനെ പോലെ അടുക്കള കയറി കുറയ്ക്കണം? എന്റെ അമ്മായി അത് 2-3 പേര് നിന്ന് പെരുമാറുന്ന അടുക്കളയാ. സമയത്തിന് ഫുഡ് ആവുക അതില്ല. നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, സദ്യ ഉണ്ടാക്കാൻ തോന്നുമല്ലോ. എന്നിട്ട് ആകെ എന്തുവാ, ചോറും ഒരു കറി. പാവം ചേച്ചി, കിട്ടണ സമയത്ത് ഉണ്ടാക്കി വെക്കണവും പോരാ. ചേച്ചി വരട്ടെ, പറഞ്ഞു കൊടുക്കാൻ ഞാൻ. ഏയ് ചതിക്കില്ല, ചുമ്മാറുന്നതാ. എന്നാ പിന്നെ അമ്മായിയും ലജേച്ചിയും വെറുതെ വെക്കുമല്ലേ? എനക്ക് അതിനെ വിളിച്ച സ്പെഷ്യലൊക്കെ ഉണ്ടാക്ക്. അയ്യാ, നിനക്ക് വേണ്ടി ഞങ്ങൾ ഇനി അടുക്കളക്കാരിയാവാം. എന്ത് പറ്റൂലേ? അതൊക്കെ എന്റെ അമ്മയെ കണ്ടുപിടിക്കണം. ഒരു കാര്യം വേണമെന്ന് പറഞ്ഞാൽ മതി, മിനിറ്റുകൾക്കുള്ളിൽ എന്നാ പിടിച്ചോ റെഡിയാക്കി തരും. എന്താ ഇപ്പൊ വേണ്ട മോക്ക്? തൈര് സാദം വേണോ, സാമ്പാർ സാദം വേണോ, തക്കാളി ചോറ് വേണോ, എന്ത് വേണോ? അതല്ലേ ബിരിയാണി മതിയോ? അപ്പോഴേക്കും എന്നെ അങ്ങ് തമിഴ്നാട്ടുകാരി ആക്കിയോ? പക്ഷെ ഉള്ളത് പറയാലോ, എനിക്കിപ്പോ ചെന്നൈ അങ്ങ് ഭയങ്കര ഇഷ്ടം. എന്ത് രസം അറിയോ അവിടെ? മിക്കവാറും ഇവള് അവിടെ നിന്ന് ആരെങ്കിലും കല്യാണം കഴിക്കണോന്ന് പറയും. അതിപ്പോ എന്തമ്മ, ഞാൻ അവിടെ നിന്ന് കല്യാണം കഴിച്ച പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. എവിടെ നിന്ന് വേണമെങ്കിലും കല്യാണം കഴിച്ചോ, ആരെ വേണമെങ്കിലും കല്യാണം കഴിച്ചോ. പക്ഷെ ജീവിക്കണത് നല്ലോണം ജീവിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ ഇടയ്ക്ക് വല്ലപ്പോഴും സമയം ഉണ്ടെങ്കിൽ അമ്മയച്ഛനൊക്കെ ഒന്നൊന്ന് കാണണം. സമയമില്ലെങ്കിൽ വരണ്ട. എന്റെ അമ്മ ഈ ലോകത്ത് എവിടെയാണെങ്കിലും ഞാൻ അമ്മയെ വന്ന് കണ്ടിരിക്കും, ഇല്ലേ? പഠിക്കണ ബുക്കാണ് ഇട്ട് കറക്കണത്. 300 bucks please. എന്തിന്? 300 രൂപ. എന്തിന്? കോളേജിൽ പോണ. കോളേജിൽ പോകാൻ എന്തിനാ 300 രൂപ? അമ്മ കോളേജിൽ പോകാൻ എന്തിനാ 300 രൂപ? എനിക്കോ? ഞാനേ
മര്യാദക്ക് മാറി ഇങ്ങോട്ട് പോ ഞാനേ അമ്മ ഒരു പുസ്തകമാണോടാ ഇങ്ങനെ ഇട്ട് കാണിക്കണത്? ഞാൻ ഈ 300 രൂപ ചോദിച്ചതേ നമ്മുടെ ചീനിൻ്റെ കൂടെ കോളേജ് ഉച്ച കഴിഞ്ഞിട്ട് ഇവിടെ ഏറ്റുമാനൂർ വരെ പോകും. ഏറ്റവും എന്തിനാടാ നീ പോണത്? അത് പിന്നെ അവൻ്റെ ഒരു അമ്മായിയുടെ വീടേ അവിടെ ഏറ്റുമാനൂരുണ്ടേ. അപ്പം ഇപ്പോൾ അമ്മായി അടുത്ത് അവനിങ്ങനെ എപ്പോഴും എൻ്റെ കാര്യം ഇങ്ങനെ പറയും. എന്നെ പറഞ്ഞ് അവർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായി. നമ്മളവർ പോയി കാണണ്ടേ, ഒന്നുമില്ലെങ്കിലും ഒരു പാവങ്ങളില്ല, നമ്മൾ പോയി കാണണ്ടേ, അതല്ലേ നമ്മുടെ രീതി. തടവില് നിർത്തടാ, സോപ്പിടണ്ട, പോയിട്ട് വാ. ആ മേശക്കകത്ത് 500 രൂപ നോട്ടിരിക്കുന്നുണ്ട്, അതെടുത്തോ, ബാക്കി കൊണ്ടുവരണം തിരിച്ചു വരും. ഓക്കെ അമ്മ അച്ഛനടുത്തൊന്ന് പറഞ്ഞേക്കണേ. ഡേയ്, നീ നടന്നോന്ന് കണ്ടപ്പോഴേ ഈ ബുക്കൊക്കെ കറക്കി അമ്മയടുത്ത് പൈസ ചോദിക്കണം കണ്ടപ്പോ 80s നടന്മാര് പറഞ്ഞവരെ ഉണ്ടായിരുന്നു. ശരിക്കും ചെറുതായിട്ടൊക്കെ, പക്ഷെ ഷർട്ട് മാത്രം. പിന്നെ അതിനെ എൻ്റെ കോളേജിലുള്ള കുറച്ച് പെൺപിള്ളേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിനു പറഞ്ഞ്? എന്ത് പറഞ്ഞ്? എന്നെ കാണാനേ, എന്നെ കാണാൻ നമ്മുടെ നിത്യഹരിത നായകൻ പ്രേം നസീറിനെ പോലുണ്ട്. എനിക്ക് നെഞ്ചേരെടുക്കണമ്മ. ഡേയ്, പ്രേം നസീറേ ചിറങ്കിടായിരുന്നു. ആണോ? പോ, സമയം പോയി. ഓക്കെ കേശു, ഇപ്പൊ മെർലിനെ കാണാറില്ലേടാ? മെർലിനെ ഞാൻ കാണാറില്ല, പക്ഷേ കോളേജിൽ പോയിട്ട് വന്നിട്ട് എനിക്ക് അമ്മായി ഒന്ന് കാണണം. ഡേയ്, ഈ പറഞ്ഞിട്ട് പോണതൊക്കെ ഉള്ളത് തന്നെ. പിന്നെ ഉള്ളതല്ലാതെ. അമ്മ പോട്ടാ, അമ്മ ശിവ പോട്ടാ, അമ്മായി പോട്ടാ. എനിക്കിപ്പോ വന്ന് എന്നെ ഒന്നും ഇങ്ങോട്ടും കൊണ്ടുപോകണ്ട. ഒരു കാര്യം ചെയ്തിട്ട് ശിവ, നീ ചെന്നൈ പോകുന്നതിന് മുമ്പ് ഒരു ദിവസം നമ്മൾ കറങ്ങുന്നു, അടിച്ചു പൊളിക്കുന്നു. ഓക്കെ, കൊറേ കേട്ടിട്ടുണ്ട്. ഗോഡ് പ്രോമിസ്. ചെല്ലടാ. ഓക്കെ, അമ്മ ബൈ. ബൈ. ഓരോ വരവിനും ഓരോ കുപ്പി അച്ചാറാണ്. വയറ് പോകും നൊക്ലാച്ചിയ കഴിയുമ്പോ. ഇനി പോകുമ്പോ 2-3 കുപ്പിയിൽ തന്നു വിട്. ലൂപിക്ക, ചാമ്പക്ക, അത് ഇതൊക്കെ പറഞ്ഞു വിട്. അങ്ങനെ മക്കളെ സ്നേഹിക്കാൻ വേണ്ടി അച്ചാറ് അമ്മമാര് തന്നു വിടാറുണ്ട്, പക്ഷെ നിനക്ക് തന്നു വിടാൻ പറ്റില്ല. അത് മൊത്തം എടുത്ത് കമത്തും. പറഞ്ഞു കൊടുക്കട്ടാ. എന്ത് വാ വന്നേ ഇങ്ങോട്ട്, വന്നേ വാ. എന്താണ് പറഞ്ഞു കൊടുക്കട്ടാന്ന് പറഞ്ഞു? ഒന്നുമില്ലമ്മ, നമ്മളിങ്ങനെ സംസാരിച്ചോണ്ടൊക്കെ ഇരിക്കുവായിരുന്നു. എന്താണ് കള്ളത്തരം? അല്ല, ഞാൻ അമ്മയുടെ കുക്കിംഗ് സ്കിൽസിനെ പറ്റിയൊക്കെ പറയുമായിരുന്നേ, അപ്പൊ ഞാൻ പറഞ്ഞു ചുമ്മാ. അതെ, കഴിക്കാൻ ഒന്നും കിട്ടും. എന്താണ് ഒന്നുമില്ല, വന്നേ കഴിക്കാനായിട്ട് ഇത്രയൊക്കെ ഉണ്ടാക്കി തരുന്നില്ലേ അമ്മക്ക്? രാവിലെ ഓഫീസിൽ പോണം, എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ഇതൊക്കെ തിരിച്ചായിരിക്കും ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്നും തരാറില്ല അല്ലേ? അമ്മ കേറി വന്നപ്പോ ഞാനല്ലേ പറഞ്ഞ മിനിറ്റ് കൊണ്ട് എന്ത് വേണമെന്ന് പറഞ്ഞാൽ അമ്മ ഉണ്ടാക്കി തരുമെന്ന്. ഞാൻ അങ്ങനെ പറയോ അമ്മ? നിന്നെ നീ അച്ഛൻ്റെ അല്ലേ മോൾ, അങ്ങോട്ടും തിരിയും ഇങ്ങോട്ടും തിരിയും. കേപ്പിച്ച് സന്തോഷായല്ല? എന്ത് എവിടെ രാവിലെ പമ്പ് നന്നാക്കാവുന്ന ഡ്രൈവർക്ക് കൊടുത്ത കാശിനെ കണക്ക് കിട്ടുന്നില്ലേ? ഈ ബില്ല് വേണ്ടാത്ത പരിപാടിക്കും ഫോൺ വഴി അയച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ലിക്വിഡ് ക്യാഷ് മതി. എന്തളിയാ? എങ്ങനെയൊക്കെ ബില്ലിലെടുത്ത് വെച്ചാലും ഡിജിറ്റൽ രേഖകൾ സൂക്ഷിച്ചാലും നമ്മൾ കണക്കുകളൊക്കെ കൃത്യമായിട്ട് എഴുതി തന്നെ വെക്കണം, ഇല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. അത് പറ്റും. എന്തെന്നറിയോ, അളിയും കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരും. അളിയാ കൂടുതൽ ശ്രദ്ധിക്കണേ. 3-4 സൈറ്റുള്ള കാര്യമൊക്കെ നോക്കുന്നതും കയ്യിൽ നിന്ന് കാശ് പോവും. കയ്യിൽ നിന്ന് പോയാലും നമുക്ക് കണക്കിൽ പെടുത്താം, നമുക്കത് പറ്റൂലല്ല. നീലുവിൻ്റെ ഓഫീസിൽ പോലെ എന്തോ തിരിമറിക്ക് നടന്നു പറഞ്ഞിട്ടല്ലേ നീലു? ഭയങ്കര തിരിമറിയായിരുന്നു. അല്ല, പഴയ എന്തോ ഒരു അക്കൗണ്ടന്റ് എന്തോ പ്രശ്നക്കാരൻ നീ പറഞ്ഞില്ലേ? പഴയ അക്കൗണ്ടന്റ് ഞാനായിരുന്നില്ലേ? നീ അല്ലേ എന്ന് പറഞ്ഞ പഴയ ഒരു തിരിമറി നടത്തുന്ന അക്കൗണ്ടന്റ് എന്തുണ്ടെന്ന് പറഞ്ഞില്ലേ? പഴയ അക്കൗണ്ടന്റ് ഉണ്ടെന്നും പറഞ്ഞ എന്നെ ചേർത്ത് പറയേണ്ട ആവശ്യമുണ്ട്? നിന്റെ പേര് ഞാൻ പറഞ്ഞില്ലല്ലോ. ആ സുഷമേണ് പറഞ്ഞത് നിനക്ക് എന്തോ നീ എന്തോ തിരിമറിയ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ. ഹലോ, ആവശ്യമില്ലാത്ത വർത്താനം പറയലേ, തമാശക്കോലും അങ്ങനെയൊന്നും പറഞ്ഞേക്കരുതും. ഹലോ കേശു, എടാ ഉണ്ടല്ലോ, ശ്രീ ഉണ്ടല്ലോ, കൊടുക്കാം. കേശു കേശു എന്താ മക്കളെ? ഏറ്റുമാൻ സ്റ്റേഷനില്ല? കാര്യം എന്ത്? ചിരു ഇല്ലടാ, കണക്ഷൻ ഒന്നുമില്ല. ഇല്ല. ആ ശരി. ഇല്ല, മറ്റേ ചെറുകയല്ല, ചീരു. അവന് ഏറ്റുമാനൂർ സ്റ്റേഷനിൽ എന്തോ പ്രശ്നമൊന്നും. ആരെയും പരിചയം ഉണ്ടോന്നും എനിക്ക് ഇവിടെ ആരെയും പരിചയമുണ്ടോ? ഇവൻ വരെ അച്ഛനെ പോലെയായി വരുവാണല്ലോ. ഇത് ചീനൊന്നും ആയിരിക്കില്ല, ഇവ വേറെ വല്ല വള്ളി ഒപ്പിച്ചിട്ടുണ്ട്, അതായിരിക്കും. ലച്ചുവേ, ഞാനൊരു കാര്യം പറയാം. ചാക്കി കെട്ടി ഞാൻ കുഴിപ്പള്ളത്ത് മുറ്റത്തോണ്ട് എടുക്കട്ടാ. എപ്പോഴും അല്ല അച്ഛ പറയണത്.
അത് അച്ഛൻ ഇവിടെ ആരെന്ത് പറഞ്ഞാലും അച്ഛന്റെ പേര് വരും. മനപ്പുറം പറയുന്നല്ലേ, അറിയാണ്ട് ഇങ്ങനെ വന്നു പോകുന്നേ. നല്ല കാര്യത്തിനൊന്നും അച്ഛൻ്റെ പേര് പറഞ്ഞില്ലല്ലേ. അതങ്ങനെ വരും, അതിനൊരു സാധ്യത വേണ്ടേ? ഇട്ട് നീ എന്നെ ശരിക്കും സ്നേഹിച്ചെടി കെട്ടിയത്, അതാ ഉള്ളിൽ വിരോധം വെച്ച് കെട്ടിയതാ. ഇല്ലേ, ഈ കേശു കോളേജിൽ തന്നെ പോയത്? കോളേജിൽ പോയിട്ട് അതുവഴി ഏറ്റുമാനൂര് പോകുമെന്ന് പറഞ്ഞു ഉച്ചയ്ക്ക് ശേഷം. ഏറ്റുമാനൂര് പോയാ? എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലേ. അവൻ എന്നോട് പറഞ്ഞു അച്ഛനോട് പറഞ്ഞേക്കാൻ. ചേച്ചിയുടെ 500 രൂപ മേടിച്ചോണ്ടാണല്ലോ പോയത്. അവൻ ബൈക്കിലായിരിക്കും പോയത്. ഓ, ബൈക്കിലല്ലേ അവർ ഇവിടെ വന്നത്? ബൈക്കിലാ? ആ, ബൈക്കിലാണ് ഇവിടെ വന്നേന്ന്. എന്നോട് പറഞ്ഞില്ല ബൈക്കിലാവണെന്ന്. അവൻ ചില സമയം ചേട്ടനെ പോലെയാണ്, നിക്കണം നിപ്പിന് എങ്ങോട്ടെങ്കിലും. ഗൗരിയായി. സോറി. ആ ആരോളെ? കേശു എന്താടാ ഏറ്റുമാനൂരാ? ഇല്ല, എനിക്ക് അവിടെ കണക്ഷൻ ഒന്നുമില്ല. പക്ഷെ എന്റെ ഫ്രണ്ട്സ് 2-3 പേര് അവിടെ ഉണ്ട്. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം എന്ത് കാര്യം എന്ത് ചീനോട് എന്താ തെളിച്ച് പറയടാ, ഞാൻ മുന്നേ പറയാണ്ട്. എന്താന്ന്? ആ ചേട്ടാ, അവന്മാരിപ്പൊ എത്തുന്നു പറഞ്ഞിട്ട് എവിടെ? സമാധാനിക്ക്, അവന്മാര് വന്നോളും. അവിടെ നിങ്ങൾ എത്തണ്ടേ? ചില സമയത്ത് കേശു പിടിക്കുന്ന വള്ളി ഉണ്ടല്ലോ, അമ്മോ പോട്ട് അറിയാതെ എന്തോ പറ്റിയതല്ലേ. പിന്നെ അവനൊരു ആവശ്യം വന്നാൽ നമ്മൾ വേണ്ടേ കൂടെ നിൽക്കാൻ? നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ അവൻ കൂടെ നിൽക്കൂ. എന്റെ പേര് പറഞ്ഞ് വെറുതെ അടി ഉണ്ടാക്കണ്ട. ചെറുക്കൻ മിക്കവാറും അമ്മ ഇന്ന് കലിപ്പായിരിക്കും. അമ്മയടുത്ത് പറയാതാണ് അവൻ പോയത്. രണ്ടുപേരും ഉണ്ടല്ലോ. നീ എന്തിനാണ് ബൈക്ക് ഓടിക്കാൻ പോയത്? നിനക്ക് അറിയാവുന്നല്ലേ ലൈസൻസ് ഇല്ലത്? ഇവർ ഓടിക്കത്തില്ലായിരുന്നോ? പൊന്നി ചേച്ചി, ഈ മരത്തലനോട് ഞാൻ കുറെ തവണ പറഞ്ഞാണ്, എടാ എനിക്ക് ലൈസൻസ് ഇല്ല, നീ ഓടിയിരുന്നു. അപ്പൊ അവന് പറ്റൂല, ഞാൻ തന്നെ ഓടിച്ചാലേ അവന് പറ്റത്തുള്ളൂ. പിന്നെ നമ്മുടെ തിരുവാങ്കുളം ഒരു വളവില്ലേ, ആ വളവിന്റെ കൂടെ പോലീസുകാർ നിപ്പുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഡേ വേണ്ട, ഞാൻ മാറാൻ, നീ ഓടിക്കുന്നു. ഭാഗ്യത്തിന് അവർ കൈ കാണിച്ചില്ല എന്തായാലും. പക്ഷെ അവൻ പറഞ്ഞെന്തോ അറിയോ, അവന് ഒരു കൊതിയാണെന്ന്. ഞാൻ വണ്ടി ഓടിച്ച് അവൻ എൻ്റെ പുറകെ ഇരിക്കുക. നീ വണ്ടി ഓടിക്കുമ്പോ അവൻ പുറകെ ഇരിക്കും. അവനെന്താ എന്റെ ഭാര്യ? അമ്മായി അല്ലടാ, അതല്ല. ഇപ്പൊ ചേട്ടൻ അറിഞ്ഞ ഇവിടെ പ്രശ്നമാവും. എടേ, എത്രയാണ് പറ്റിയെന്തെങ്കിലും വന്നാ? ലൈസൻസ് ഇല്ലാണ്ട് ഓടിച്ചാ 10,000 എന്നാ പറഞ്ഞ. 10,000. അടിപൊളി, സൂപ്പർ. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ഒരു കാര്യം ചെയ്യാം, ഞാൻ ശ്രീയെ വിളിക്കാം. ഹലോ, ഒന്ന് പുറത്തോട്ട് വരുമോ? എന്നിട്ട് പറയാം. മിണ്ടാതെ പറഞ്ഞേ. ആ വാ. രണ്ടും കൂടെ ഓരോന്ന് വള്ളി പിടിച്ചുകൊണ്ട് വന്നേക്കുക. നിനക്കൊന്നും വേറൊരു പണിയില്ലേ? കിട്ടുവാൻ വരുന്ന പറയൂ എന്തോ. എന്ത് ഇവന്മാരെപ്പോ എത്തി? ഏറ്റുമാനൂർ സ്റ്റേഷനിൽ ബന്ധമുണ്ടോ ചോദിച്ചെന്നില്ല. ഞാൻ ഒരു കാര്യം പറയാം, ബഹളം വെക്കില്ലേ. ഇവനാണ് ഇവന്റെ വണ്ടി ഓടിച്ചത്. അവന്റെ വണ്ടി ഓടിച്ചു. ആ, കേശു ചീനുവിന്റെ വണ്ടി ഓടിച്ചു. പോണ വഴിക്ക് ഏറ്റുമാനെ വെച്ച് പോലീസ് പൊക്കി. ഇനി വണ്ടി കൊടുക്കണമെങ്കിൽ 10,000 രൂപ അടക്കണമെന്നാണ് പറഞ്ഞത്. പോട്ടാ, മാമനോട് പോണു. ഞാൻ പടവലത്ത് പോണു. നീ പറഞ്ഞ എന്തോന്ന് ശ്രീ പറയണേ? എന്ത് മാമ, ഇവരുടെ അതിൽ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറ. രാവിലെ അവന്മാരെ പ്ലാനിങ് കണ്ടപ്പോഴേ എനിക്ക് തോന്നി കുഴി ചാടാനുള്ള പരിപാടിയാണെന്ന്. ഇനിയിപ്പോ ഇവന്റെ അച്ചോട്ടം എന്നുള്ളത് നടത്തും. നീ പറഞ്ഞോണ്ടാ ഇപ്പം? എന്റെ മാമ എന്തെങ്കിലും ഒന്ന് ചെയ്യും, നമ്മുടെ പിള്ളേരല്ലേ. അതാണ് ഇവിടുന്ന് പോവാന്ന് പറഞ്ഞത്. നീ പറഞ്ഞോണ്ടാ? ചുമ്മാ ഷോ ഇറക്കാതെ ശ്രീ, അവർക്കൊരു അബദ്ധം പറ്റിയല്ലേ. അബദ്ധോ? നല്ല അടി കിട്ടാത്തതിന്റെ കുഴപ്പമാണ്. ഇവനാണ് അന്ന് അവന്റെ പടത്തിന് വിളിച്ചോണ്ട് പോയി. അല്ലടാ, പടത്തിന് വിളിച്ചോണ്ട് പോയല്ലേ? അന്ന് ജോയ്മോന്റെ പ്രശ്നത്തില് അടി വാങ്ങിച്ചു കൂട്ടിയതിലാണ് ഇത്രയും പ്രശ്നം കൂടുതലായത്. ഇവനെ കണ്ടപ്പോഴേ കുഴപ്പക്കാരനാണെന്ന് എനിക്ക് തോന്നിയാണ്. പോരാത്തിന് വല്ലാത്തൊരു പേരും. എന്താണ് എന്റെ പേര്? കീനുവാ. നീ പറഞ്ഞോണ്ടാ ഇപ്പം? മാമ കരയുന്നു. കരയണോ? കരയാണ്ടിരിക്കും, പോട്ട്. മാമൻ ദേഷ്യത്തിൽ പറഞ്ഞേ, നീ കരയണ്ട. ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞു. പോട്ട്, കുഴപ്പമില്ല. നമ്മള് പാവപ്പെട്ടവരായോണ്ട് എല്ലാവർക്കും ഒന്നും പറയാ അടിക്കുക. കേട്ടോ ഞാൻ അവന്റെ പാവപ്പെട്ട ഒരു കാര്യം ചെയ്യണം. നീ ഒരു വലിയ ബോർഡ് എടുത്ത് കെട്ടി തൂക്കി നടയടാ. കേശു, നീ മിണ്ടാണ്ടിരുന്ന് എന്താ വിളിച്ചു പറയുന്നേ? പൊന്ന് ചീനു, ഇവിടെ നിന്ന് കരയിട്ട് യാതൊരു കാര്യമില്ല. എടാ മോനെ, നമുക്ക് വണ്ടി പിടിച്ച് ഏറ്റുമാനൂർ സ്റ്റേഷനിൽ പോകാം. ബാ. പൊന്നു മാമ, അതല്ല ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. അവിടുത്തെ SI ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഞാൻ ലൈസൻസ് ഇല്ലാത്ത ഓടിച്ചോണ്ട് എന്റെ അച്ഛനെ കൊണ്ട് ചെല്ലാനാ പറഞ്ഞേക്കുന്നത്. എടാ ചെറുക്കട, നീ പിന്നെ എന്തിനാ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചത്? ഞാൻ പറഞ്ഞില്ലേ അവന്റെ.
കേശു ഓടിക്കുമ്പോൾ ഇവന് പുറകെ ഇരിക്കാൻ ഭയങ്കര കൊതിയായിരുന്നു. അതവ സബലീകരിച്ചു കൊടുത്തു. ഇവന്റെ ഞാൻ ഉണ്ടല്ലോ പിന്നെ ഇതാ വേണ്ട പിന്നെ ഊരിത്തരാൻ എന്തോന്നു ഷട്ടാ വണ്ടി ഗൗരി ഒന്ന് പറഞ്ഞ് സോൾവ് ചെയ്ത് അങ്ങനെ അത് തന്നെ അമ്മായി ചെന്ന അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തൊക്കെ പറഞ്ഞതൊക്കെ ഒന്ന് സോൾവ് ചെയ്ത് കൊടുക്ക്. ഞാനിപ്പോ അങ്ങോട്ട് വന്നാലേ ചിലപ്പോ കലിപ്പാവും. ആടാ പോടാ ഇത് വരുന്നില്ലേ ഓടിച്ചോണ്ട് ഇറങ്ങിക്കോളൂ. ബാ ഇതൊക്കെ വള്ളികളാണല്ലോ പിടിക്കണേ. ഓടാ. ആ ഏറ്റുമാനൂര് മാമന് ഫ്രണ്ട്സ് ഒന്നുമില്ല? ഏറ്റുമാനൂര് ഒരു ഫ്രണ്ട് ഉണ്ട്. ബാ എങ്ങോട്ട് പോണം? അങ്ങോട്ട് നമ്മൾ ജംഗ്ഷനിൽ പോയി ചായ കുടിച്ചിട്ട് ബാ. ചായ? എടാ നീ എന്തിനടാ വീട്ടിലെപ്പോഴും കുത്തിയിരിക്കണ? പുറത്തോട്ടൊക്കെ ഇറങ്ങടാ. ഞാൻ ജോലിക്ക് പോകും, പിന്നെ ജോലിക്ക് പോകാതെ വീട്ടിലിരിക്കാൻ പറ്റുമോ? നീ പുറത്തോട്ടൊക്കെ വിളി. അപ്പോൾ കാണാം. എന്ത് വയ്യേ ആശുപത്രി പോടാ. ശരി ശരി. എന്താ പ്രശ്നം? എന്താ എടാ പ്രശ്നം എന്താന്ന്? ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. എനിക്ക് എഞ്ചിനീയറെ നല്ല ബന്ധമാണ് പോലീസ് സ്റ്റേഷനിൽ. ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ച് പറയാം. പക്ഷെ സംഭവം ജെന്യുവനായിരിക്കണം. വേറെ ഉടായ്പൊന്നും കാണിക്കരുത്. എന്ത് പ്രശ്നം എന്ത്? അച്ഛനറിയാലോ എൻ്റെ വീട്ടിലെ കാര്യം. നീ പറഞ്ഞ അറിവുള്ളൂ എൻ്റെ വീട്ടിലെ കാര്യം. എനിക്കങ്ങനെ അറിയാം. ഇവരുടെ കാര്യം വലിയ കഷ്ടത്തിലാണ് അച്ഛാ. അയ്യോ അതിലും കഷ്ടത്തിലാണ് മക്കളെ നമ്മളെ കാര്യം. ഇതൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. എന്താണ് അമ്മ ചീനു. നമസ്കാരം അമ്മ. എന്താ പ്രശ്നം? എന്ത് ചേട്ടാ പെട്ടെന്ന് കുറച്ച് പൈസ എടുക്കാനുള്ള ഗതിയൊന്നും ചീനുവിന്റെ കുടുംബത്തിനില്ല. അയ്യോ എൻ്റെ പറ്റി മക്കളെ പൈസ ഒന്നും വേണ്ട. ഞാൻ വെറുതെ കഷ്ടം പറഞ്ഞതേ ഉള്ളൂ. എന്തൊന്നും വല്ല പ്രശ്നം? അയ്യോമാരെ പ്രശ്നം എന്താണ്? അല്ല അച്ഛാ, ഇവര് രാവിലെ ഓടിച്ച വണ്ടിയില്ലേ, അത് ചീനുവിന്റെ കസിന്റെ ആണ്. എടാ വണ്ടി തിരിച്ചോണ്ട് വരാ. വല്ല തട്ടാമുട്ടം ചെയ്ത് കഴിഞ്ഞാൽ പണിയെ എൻ്റെ കാശൊന്നുമില്ല. ചേട്ടാ അതല്ല, വണ്ടി ഏറ്റുമാനൂർ സ്റ്റേഷനിലാണ്. ഇവിടെ സർവീസ് സ്റ്റേഷനില്ല, പോലീസ് സ്റ്റേഷനിൽ. കേശുവേ വണ്ടിക്ക് ഇത് ബുക്കും പേപ്പറൊന്നും ഉണ്ടായിരുന്നില്ല വണ്ടിക്ക്? അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെ? ഇൻഷുറൻസ് ഇല്ലായിരുന്നു? ഇൻഷുറൻസ് ഇല്ലായിരുന്നാ? അതും ഉണ്ടായിരുന്നു. പിന്നെന്താ പ്രശ്നം? പിന്നെന്താ ഹെൽമെറ്റ് വെച്ച് ഫുൾ കവർ ഹെൽമെറ്റ് ആയിരുന്നു. പിന്നെന്താ പ്രശ്നം? എന്താ ലൈസൻസ് ഇല്ലായിരുന്നു? അവനുണ്ടായിരുന്നു, എനിക്കില്ലായിരുന്നു. വോട്ട് ചെയ്യാൻ പാരി. അവിടുത്തെ SI പറഞ്ഞ അച്ഛനെ കൊണ്ട് വരാൻ പറഞ്ഞു. ചിലപ്പോൾ 10,000 രൂപ പെറ്റി അടിച്ച് തരാൻ സാധ്യതയുണ്ട്. രണ്ടും കൂടെ ഓരോന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നോളൂ. എനിക്ക് വല്ല പോലീസ് തല വിളിച്ചിരിക്കേ. എടാ കരയണ്ടടാ, ചേട്ടൻ എന്തെങ്കിലും പരിഹാരം കാണും. ചേട്ടാ പലഹാരം കാണും. അങ്ങളെ അച്ഛനും അമ്മയും രോഗിയാണ്. കസിന്റെ വണ്ടി തിരിച്ചു കൊടുത്തില്ല, ആകെ പ്രശ്നമാവും. തന്നെ അച്ഛനും അമ്മ പാറവിടെ ജോലി ചെയ്യാണ്. സൗകര്യം കാര്യം വയ്യ. ഒരു കാർഡ് വെച്ചിട്ട് ഇറങ്ങടാ. നീ ബോർഡാപ്പ് എൻ്റെ അടുത്ത് കാണിക്കരുത് കേട്ടാ. അങ്ങളെ ഇന്നിപ്പോ പാതിരാത്രി ആയാലും എനിക്ക് വണ്ടി ഇല്ലാണ്ട് വീട്ടിൽ കയറാൻ പറ്റൂല. അല്ലെങ്കിൽ നാളെ രാവിലെ ഇവൻ നമ്മൾ വിചാരിക്കുന്ന ആളല്ല സോറി. അതും ഏറ്റുമാനൂർ നീലുവേ. എന്തായാലും ഇപ്പൊ ചെല്ല്. വണ്ടി ഇറക്കാണ്ടിരിക്കാൻ പറ്റുമോ? ഇപ്പൊ വണ്ടി ഓടിച്ചത് നിങ്ങളെ മോനായി പോയില്ലേ? അപ്പൊ നിന്റെ ആരത്? അച്ഛാ ബന്ധമൊക്കെ നമുക്ക് പിന്നെ തെളിയിക്കാം. ഇതിലൊരു തീരുമാനമായി കൊടുക്ക് പ്ലീസ്. എങ്ങനെങ്കിലും ഒന്ന് സഹായിക്കാം ചേട്ടാ. ബാക്കിയൊക്കെ പിന്നെ, ആദ്യം വണ്ടി ഇറക്കാം. ഇല്ലേ ബസ്സിൽ പോയാൽ അവരോട് പൈസ ആവും. നിങ്ങളല്ലേ പോണത്? നീ കൂടെ പോണാ? ഇല്ലല്ലേ, നിങ്ങൾ മലമൂല നിക്കല്ലേ, അങ്ങ് ചെല്ല്. അത് തന്നെ കുറച്ച് പൈസ അയച്ചു തരണം വണ്ടിക്കൂലിക്ക്. പിന്നെ അവിടെ ചെന്നതിന് ശേഷം എത്രയാണ് പറ്റി? അല്ല 10,000 രൂപ വരാവാൻ ചാൻസ് ഉണ്ട്. അത് ഞാൻ അവിടെ പറഞ്ഞ് ഞാൻ SI കണ്ട് പറഞ്ഞ് കുറപ്പിച്ചോളാം. എന്നിട്ട് ഞാൻ വിളിച്ച് പറയാം ആരെ അക്കൗണ്ടിൽ ഇടണമെന്ന് പറഞ്ഞോളാം. അപ്പം എന്നിട്ട് ഇട്ടാൽ മതി കേട്ടാ. കോടതിയിലോട്ട് എങ്ങനെ അടക്കേണ്ടി വരുമോ? കോടതി അടയ്ക്കേണ്ടി വരും. പിന്നെ കോടതി അടയ്ക്കേണ്ടി വരൂലേ? ഫീസ് പിന്നെ ആക്കി കൊടുക്കുന്നത്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. നീ ഉപകാരം മറക്കണം. ഒപ്പം എൻ്റെ മോനെ മറക്കണം. ഉപകാര സ്മരണ ഇടയ്ക്ക് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഉപകാര സ്മരണ വെച്ച് ഇവിടെ അടുത്തൊരുത്തരെ ഞാൻ ഇവിടെ കൂട്ടി. അവൻ്റെ പേര് ബാസി എന്നാണ്. അതാണ് ഞാൻ ഇപ്പം അനുഭവിക്കുന്നത്. എൻ്റെ ഗതി എൻ്റെ മോനെ വരുത്തരുത് കേട്ടാ. അപ്പൊ ഞാൻ ഒരു പ്രശ്നക്കാരനാണ് അങ്കിള് പറയുന്നത്. പൊന്നു മോനെ, നീ പ്രശ്നക്കാരൻ വരുന്നത്. നീ പാവമാണ്. നടക്കങ്ങോട്ട്. അച്ഛാ ബാ. അച്ഛനാ പോടാവരെ. സമയമില്ലടാ.
ഇതുപോലെ ഇനിയുണ്ടടാ. ഒറ്റ പീസേ ഉള്ളൂ, ഒന്നതും ഒന്നിതും. പോടാ ഇറങ്ങി. പപ്പായനെ ഏ? പാച്ചാ, വണ്ടി ഇറക്കണം ചേട്ടാ. എല്ലാ സൈക്കും എത്ര ലക്ഷം വേണം ഞാൻ തരാം. എന്റെ അച്ഛനുള്ള വിളി നിർത്താൻ പറ്റും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.